ദളിത് ചിന്തകനും എഴുത്തുകാരനുമായ കെ കൊച്ച് അന്തരിച്ചു. അർബുദ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. കെ കൊച്ചിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ദളിത് ജനതയുടെ അവകാശ പോരാട്ടങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു കെ കൊച്ച്. എഴുത്തിലൂടെയും സമരമാർഗങ്ങളിലൂടെയും ദളിത് സമൂഹത്തിന് വേണ്ടി കെ കൊച്ച് നിരന്തരം ശബ്ദിച്ചു. 2021 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. കെ കൊച്ചിൻ്റെ വേർപാട് ദളിത് സമൂഹത്തിന് കനത്ത നഷ്ടമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 4.5 പതിറ്റാണ്ടായി കേരളത്തിൽ സജീവ സാന്നിധ്യമാണ് കെ കൊച്ച് എന്ന വ്യക്തി. ഒരു ജ്ഞാന വ്യക്തിത്വം എന്ന നിലയിൽ കേരളത്തിലെ പൊതുധാരണകളെ മാറ്റിയെഴുതുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു വ്യക്തിത്വമാണ് കെ കൊച്ച്. അദ്ദേഹവുമായി ഒരു 3.5 പതിറ്റാണ്ട് കാലത്തെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ബന്ധമാണ്, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള ബന്ധമാണ് എനിക്കുള്ളത്. അദ്ദേഹമാണ് കേരളത്തിലെ ദളിത് പ്രവർത്തനങ്ങളെ ഒരു വൈജ്ഞാനിക അടിസ്ഥാനത്തിലേക്ക് ഘടിപ്പിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ കൊച്ചിൻ്റെ ജീവിതവും എഴുത്തും കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച കടുത്തുരുത്തിയിലെ വീട്ടുവളപ്പിൽ നടക്കും. CPIM കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് കെ കൊച്ചിനെ ആദരിച്ചിരുന്നു. ഇതായിരുന്നു ഔദ്യോഗികമായി പങ്കെടുത്ത അവസാന പരിപാടി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.